നിങ്ങളുടെ വീട്ടിൽ ഗണപതി വിഗ്രഹമുണ്ടോ? ഓരോ ഗണപതിക്കും ഓരോ ഫലങ്ങളാണ്. ഇനിയും ഇത് അറിയാതെ പോകരുത്. ഏതൊരു കർമ്മം തുടങ്ങുമ്പോഴും തടസ്സങ്ങളെല്ലാം ഒഴിവാകാനും കാര്യങ്ങൾ ഭംഗിയായി നടക്കാനും ഗണപതിയെ പ്രസാദിപ്പിക്കണം. അതിനാൽ ഗണപതി വിഗ്രഹം വീട്ടിൽ വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്തോഷവും ഐശ്വര്യവും സമാധാനവുമാണ് ലക്ഷ്യമെങ്കിൽ വെളുത്ത ഗണപതി വിഗ്രഹമാണ് വീട്ടിൽ വെക്കേണ്ടത്. വ്യക്തിപരമായ ഉയർച്ചയാണ് ലക്ഷ്യമെങ്കിൽ കുങ്കുമവർണ്ണത്തിലെ ഗണപതി വിഗ്രഹം വീട്ടിൽ വെക്കുക. വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ ഗണപതിയുടെ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം വെക്കുക. നിൽക്കുന്ന ഗണേശ വിഗ്രഹമാണ് ജോലി സ്ഥലത്ത് ഏറെ നല്ലത്. പൂജാമുറിയിൽ ഒരു ഗണപതി വിഗ്രഹം മാത്രം വെക്കുക. വീട്ടിലെ പ്രവേശിക്കുന്ന ഭാഗത്താണ് വിഗ്രഹം വെക്കുന്നതെങ്കിൽ രണ്ടെണ്ണമായിട്ടേ വെക്കാവൂ. ഒന്ന് കവാടത്തിലേക്ക് തിരിച്ചും മറ്റൊന്ന് എതിർദിശയിലേക്കും വെക്കണം. വീടിന്റെ മറ്റേതെങ്കിലും മുറിയിലേക്ക് ഗണേശ വിഗ്രഹത്തിന്റെ പുറകുവശം വരുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടതുവശത്തേക്ക് വളഞ്ഞിരിക്കുന്ന തുമ്പിക്കൈയുള്ള ഗണേശ വിഗ്രഹത്തെ വാമമുഖി എന്നാണ് പറയുന്നത്. ഇത്തരം വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ്.